നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബ്രസീലിലെ വിൻഹെഡോ നഗരത്തിൽ വിമാനം തകർന്നു വീണ് 62 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അപകടത്തിന് കാരണം പൈലറ്റിന്റെ പിഴവാണ് എന്നാണ് പ്രാഥമിക നിഗമനങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത്. വിമാനം തകർന്നു വീണത് ജനവാസ മേഖലയിലായത് കാരണം നിരവധി കെട്ടിടങ്ങളും തകർന്നിട്ടുണ്ട്. വിമാനം നിയന്ത്രണം വിട്ട് പലതവണ കരണം മറിഞ്ഞ് താഴേക്ക് പതിക്കുന്നതിന്റെയും തീ പിടിക്കുന്നതിന്റെയും എല്ലാം ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രധാനമായും വിവിധ കാരണങ്ങളാണ് വിമാന അപകടങ്ങളിൽ സാധാരണയായി സംഭവിക്കാറുള്ളത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒന്ന്, എഞ്ചിൻ തകരാറാകാം. കൂടാതെ ഫ്ലൈറ്റ് കൺട്രോൾ സംവിധാനം തകരാറിലാകുന്നതും വിമാനത്തിന്റെ ചിറകുകൾ പോലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടർന്നു വീഴുന്നതുമെല്ലാം അപകട കാരണങ്ങളാണ്. ഇവയിൽ ഡെത്ത് സ്പൈറൽ എന്ന വൈമാനികർ വിളിക്കുന്ന പൈലറ്റിന്റെ വീഴ്ച തന്നെയാണ് ഏറ്റവും അപകടകരമാകുന്നത്. ഇതാണ് ബ്രസീലിലും പ്രതിസന്ധിയിലായത് എന്നാണ് നിഗമനം. പക്ഷികൾ വന്നിടിച്ചാലും വിമാനത്തിന് തകരാർ സംഭവിക്കുക പതിവാണ്. എന്നാൽ ബ്രസീലിലെ വിമാന അപകടത്തിൽ വിമാനം 17,000 അടി ഉയരെയാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരു പക്ഷേ വിമാനത്തിന്റെ ചിറകിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുള്ളതാണോ ഈ അപകടത്തിന് കാരണമെന്നും സംശയമുണ്ട്. വിമാനാപകടത്തിന്റെ യഥാർത്ഥ കാരണം ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അട്ടിമറി സാധ്യതയടക്കം പരിശോധിക്കുന്നുണ്ട്. ചിറകുകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടായാൽ വിമാനത്തിന്റെ എഞ്ചിൻ പ്രവർത്തനം രഹിതമാകാനും അങ്ങനെ വിമാനം അപകടത്തിൽപ്പെടാനും സാധ്യതയുണ്ട്. അപകടത്തിൽപ്പെട്ട വിമാനം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാന നിർമ്മാണ കമ്പനിയായ ATR ആണ് നിർമ്മിച്ചിരിക്കുന്നത്. പൊതുവെ ഇവർ നിർമ്മിക്കുന്ന വിമാനങ്ങൾ സുരക്ഷിതമാണെന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിമാന കമ്പനിയും വിശദ പരിശോധനകൾ നടത്തും. മരണപ്പെട്ടവരിൽ 58 പേർ യാത്രക്കാരും 4 പേർ വിമാനത്തിലെ ജീവനക്കാരുമാണ്. സാവോ പോളോയിലെ വിൻഹെഡോ സിറ്റിയിലെ ജനവാസ മേഖലയിലാണ് വിമാനം തകർന്നു വീണത്. ഏതായാലും ബ്രസീലിയൻ പ്രതിരോധ മന്ത്രാലയം അടക്കം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിമാനം ഇടിച്ച് നിരവധി വീടുകൾ തകർന്നതായി റിപ്പോർട്ടുകളുണ്ട്. കാസ്കവലിൽ നിന്ന് സാവോ പോളോയിലേക്ക് പോയ വിമാനമാണ് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 1:30 തകർന്നു വീണത്. അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും വോപ്പാസ് എയർലൈൻസ് പ്രസ്താവനയിൽ അറിയിച്ചു. പരിശോധനകൾ നടന്നു വരികയാണ്. വിമാനം പതിച്ചത് ജനവാസ മേഖലയിലായിരുന്നെങ്കിലും വീടുകൾക്കോ പ്രദേശവാസികൾക്കോ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. PSVPB രജിസ്ട്രേഷനുള്ള വിമാനം തകരാനുള്ള കാരണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നൽകാൻ കഴിയില്ലെന്നാണ് വിമാന കമ്പനിയും അറിയിച്ചത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ബ്രസീലിലെ ഏവിയേഷൻ ആക്സിഡന്റ് എമർജൻസിയായ സെനിപ്പയുടെ തലവൻ ബ്രിഗേഡിയർ മാൻസലോ മൊറാനോ പറഞ്ഞു. ഇതാദ്യമായിട്ടല്ല ബ്രസീലിൽ ഇത്രയും വലിയ വിമാന അപകടമുണ്ടാകുന്നത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ആമസോൺ മേഖലയിലെ സാന്ത്രമേനു സമീപം ഒരു ചെറിയ വിമാനം നദിയിൽ തകർന്ന് വിമാനത്തിലുണ്ടായിരുന്ന 5 പേരും മരണപ്പെട്ടിരുന്നു. 2018 ബ്രസീലിയൻ ഫുട്ബോൾ ടീമായ ചാപ്കോയൻ സഞ്ചരിച്ച ചാർട്ടേഡ് വിമാനം കൊളംബോയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 77 പേരിൽ 71 പേരും അന്ന് മരണപ്പെട്ടിരുന്നു. വിമാനത്തിലെ ഇന്ധനം തീർന്നതായിരുന്നു അപകട കാരണം.